Hello guys, you have to be careful because there are some society peoples ഇവരുടെ പിന്നിൽ ഫുള്ള് ഡിസിഷൻ കമ്മിറ്റി മീറ്റിംഗ് ആയിരിക്കും. എൻ്റെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഫേവറേറ്റ് സീരിയൽ പോലെ ആയിരിക്കും. എപ്പിസോഡ് ബൈ എപ്പിസോഡ് റിവ്യൂ, ജഡ്ജ്മെൻറ്റ്സ്, അസംഷൻസ് എല്ലാം റെഡി. പക്ഷെ നേരിട്ട് കാണുമ്പോഴോ, അയ്യോ മോളെ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നിന്നെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേകതരം സന്തോഷമാണെന്നൊക്കെ ഓസ്കാർ ലെവൽ ആക്ടിങ് ആയിരിക്കും. സത്യത്തിൽ ഇവരെ കാണുമ്പോൾ ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കാറുണ്ട്, എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ആക്ട് ചെയ്യാനുള്ളൊരു ട്രെയിനിങ് എവിടെ നിന്ന് ആര് കൊടുക്കുന്നു എന്ന് വെച്ചിട്ട്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്കിപ്പോൾ ആരെങ്കിലും ഇഷ്ടമല്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ചെറിയ ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു ഫേക്ക് സ്മൈൽ പോലും പ്രോപ്പർലി വരില്ല. അതിനു മുന്നേ എൻ്റെ ഫേസ് ട്രൂത്തിലേക്ക് ചെയ്ത് കളയും. ഇവർക്ക് ഒരു പ്രത്യേകതരം ടാലൻ്റ് ഉണ്ട്. പിന്നിൽ ക്യാരക്ടർ അനാലിസിസും മുന്നിൽ പ്യുവർ അഫെക്ഷൻ പെർഫോമൻസ്. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതൊന്നും സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് അഫെക്ഷൻ ഒന്നും കൊണ്ടൊന്നുമല്ല. ഇവർക്ക് നമ്മളുടെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇനിയുള്ള അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ ഇവർക്ക് ഗോസിപ്പ് ചെയ്യാനുള്ള പുതിയ വല്ല കോണ്ടൻറ്റും കിട്ടുമോ എന്നറിയാനുള്ള പ്യോർ ജെനുവിൻ എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ലൈഫിനേക്കാളും ഒരു പടിക്ക് ഇഷ്ടം കൂടുതൽ നമ്മളുടെ ലൈഫിനോട് തന്നെയായിരിക്കും. ഇവരുടെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഇവർ ക്യാൻസൽ ചെയ്താലും ഇവരുടെ ഗോസിപ്പ് അക്കൗണ്ട് വിൽ ബി ലൈഫ് ടൈം ആക്റ്റീവ്. ഞാൻ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുന്നതെന്നല്ലേ. പണ്ട് ഞാൻ എൻ്റെ നാട്ടിലായിരുന്നപ്പോൾ ഒരു ജീൻസും ടോപ്പ് ഇട്ട് പുറത്തിറങ്ങി നടന്നപ്പോൾ ഇതേ ആണുങ്ങളെപ്പോലെ നടക്കുന്ന അഹങ്കാരം പിടിച്ചവളെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം അതേ ജീൻസും ടോപ്പും അല്ല അതേ മോഡൽ ജീൻസും ടോപ്പും ഇട്ട് ഞാനിപ്പോൾ വല്ല ഫോട്ടോയൊക്കെ എവിടെയെങ്കിലും സ്റ്റാറ്റസോ അല്ലെങ്കിൽ പോസ്റ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുന്ന മോളേന്ന് മെസ്സഞ്ചറിൽ വന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇവരൊക്കെ ആക്ടിങ് പഠിക്കാൻ ഏത് അക്കാഡമിയിലായിരിക്കില്ലേ പോയേക്കുന്നത്?